പ്ലാൻഷിഫ്റ്റിൻ്റെ ട്രയൽ ഫയൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് ക്രാക്ക് ഫയൽ ഉണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതേപോലെ 2 ഫയൽസ് ഉണ്ട് കേട്ടോ. പ്ലാൻസ്വിഫ്റ്റ് പ്രൊഫഷണലായിട്ടുള്ള ക്യൂ മേക്കറും ഉണ്ട്, ഒരു അപ്ലോഡ് ചെയ്യാനുള്ള ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഫയലും ഉണ്ട്. ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കുക. സാധാ നമ്മളെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് സെയിം പ്രൊസീജിയർ, ദാറ്റ്സ് ഫിനിഷ് കൊടുക്കുക, ഇൻസ്റ്റാൾ കൊടുക്കുക, ആ ഒരു സെക്ഷൻ ഓക്കെ. അത് നമ്മൾ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയാണ്. പ്രൊഫഷണൽ 9 ആണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. കറൻ്റ്ലി ഞാൻ ഉപയോഗിക്കുന്നത് പ്രൊഫഷണൽ 11 ആണ്, ബട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പ്രൊഫഷണൽ 9 ആണ് ഞാനിപ്പോൾ ക്രാക്ക് ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഇൻസ്റ്റാൾ ആവും. സോ ഇനി വേണ്ടത് അത് ഇൻസ്റ്റാൾ ആയിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ സെറ്റിങ്സിൽ ഒരു കീ പോലെ ഒരു ലൈസൻസ് മാനേജർ ഉണ്ടാവും. അതിൽ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം. ഞാൻ പ്രൊഫഷണൽ 9 എടുത്തു. അത് ഓൾറെഡി ആക്റ്റീവാണ് ഇതിൽ. സോ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൽ റിയാക്ടിവേറ്റ് കൊടുക്കുക. ഞാനിപ്പോൾ റിയാക്ടിവേറ്റ് കൊടുത്താൽ ഇത് പോവും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചു തരികയാണ്. നമുക്ക് വേണ്ടത് പ്ലാൻസ്വിഫ്റ്റ് കീ മേക്കറിൽ നിന്ന് ഒരു ആക്ടിവേഷൻ കോഡ് ജനറേറ്റ് ചെയ്യാണ് വേണ്ടത്. അതിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടത് കമ്പ്യൂട്ടർ ID ആണ്. കമ്പ്യൂട്ടർ ID കിട്ടാൻ പോകുന്നത് ഇവിടെ നിന്നാണ്. സോ കമ്പ്യൂട്ടർ ID ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക, ആക്ടിവേറ്റ് ചെയ്യുക. മാനുവലായിട്ടാണ് കൊടുക്കുന്നത്. മാനുവൽ ആക്ടിവേഷൻ കൊടുക്കുക. അതിൽ ഒരു കമ്പ്യൂട്ടർ ID കിട്ടും. അത് ജസ്റ്റ് കോപ്പി ചെയ്യുക. എന്നിട്ട് പ്ലാൻസ്വിഫ്റ്റ് പ്രൊഫഷണലിൻ്റെ കീ മേക്കറിൻ്റെ അവിടെ കൊടുന്ന് ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഇത് ജനറേറ്റ് ആവും, ആക്ടിവേഷൻ കോഡ് ജനറേറ്റ് ആവും. സോ അത് എന്ത് ചെയ്യുക, ജസ്റ്റ് കോപ്പി ചെയ്യുക. ഇവിടെ ആക്ടിവേഷൻ കോഡിൻ്റെ അവിടെ കൊടുന്ന് പ്ലേസ് ചെയ്യുക, ആക്ടിവേറ്റ് ചെയ്യുക. ദാറ്റ്സ് ഇനഫ്. ഇറ്റ് സക്സസ്ഫുള്ളി ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ.